എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയം ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഒരുപാട് കാലങ്ങളായി അറിയാൻ ആഗ്രഹിച്ച് അലഞ്ഞിട്ടുള്ള ഒരു വിഷയവുമായിരിക്കാം. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചശക്തിയോട് ചോദിക്കേണ്ടത്, അതും പ്രപഞ്ചശക്തിക്ക് നിരസിക്കാൻ കഴിയാത്ത വിധത്തിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണിത്. അതുകൊണ്ട് തന്നെ അക്ഷമ കാണിക്കാതെ ക്ഷമാപൂർവം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. നമ്മളിൽ പലരും പലതവണ നമ്മോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമല്ലേ, എൻ്റെ ആഗ്രഹങ്ങൾ എന്താ ഈ പ്രപഞ്ചം കേൾക്കുന്നില്ലേ, എൻ്റെ പ്രാർത്ഥനകളൊന്നും ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവം കേൾക്കുന്നില്ലേ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എന്തേ ഒന്നും നടക്കാത്തത്, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നോർത്ത് നമുക്ക് വല്ലാത്ത നിരാശ തോന്നിയിട്ടുണ്ടാവും അല്ലേ. എങ്കിൽ ഇനി ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. ഈ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് ചോദിക്കേണ്ട ഒരു രീതിയുണ്ട്. അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ അത് എന്തു തന്നെയായാലും നടത്തി തരാതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ചോദ്യരീതി ഉണ്ട് എന്നർത്ഥം. ആ രീതിയിൽ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ നമുക്ക് തരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നാണ് അർത്ഥം. നിങ്ങളുടെ മുമ്പിൽ പുതിയ പുതിയ വാതിലുകൾ തനിയെ തുറക്കും. ഒന്നിനു പുറകെ ഒന്നായി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. മാത്രമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇത് പ്രപഞ്ച നിയമമാണ്.